മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പ്രേരിപ്പിച്ചത് ഒരു ഘടകം മാത്രമാണ്: മുസ്ലിം മതവിശ്വാസികളോടുള്ള വിരോധം. ലോക്സഭയിലെ പ്രത്യേക സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ചർച്ച ചെയ്യുന്നതിനിടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് രൂക്ഷമായ വാക്പോരാണ്. രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ ഭരണഘടന അനുവദിക്കുന്നില്ലെന്നും അതിനാൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സംവരണം നൽകാൻ പറ്റില്ലെന്നും അമിത്ഷാ സഭയിൽ തുറന്നടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്നുകൂടി അമിത്ഷാ പറഞ്ഞതോടെ സംഭവം കൈവിട്ടുപോവുകയായിരുന്നു. മണ്ഡല പുനർനിർണയ പ്രക്രിയയിലൂടെ വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ മുസ്ലിം വനിതകൾക്കും OBC വിഭാഗങ്ങൾക്കും പ്രത്യേക ക്വാട്ട വേണമെന്ന് അഖിലേഷ് യാദവ് സഭയിൽ എണീറ്റ് നിന്ന് വാദിച്ചു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ ഒരിടത്തും അനുകൂലിക്കുന്നില്ലെന്ന് അമിത്ഷാ ഇതിന് മറുപടി നൽകുകയായിരുന്നു. മുസ്ലിം വനിതകൾക്ക് സംവരണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി നൽകുന്ന മുഴുവൻ സീറ്റുകളും അവർക്ക് നൽകിക്കോളൂ, അതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല. എന്നാൽ മതാടിസ്ഥാനത്തിൽ ഒരു ക്വാട്ട അനുവദിക്കുന്നത് ഭരണഘടന അനുവദിക്കാത്ത കാര്യമാണ് എന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുമ്പോൾ അത് ചില വിഭാഗങ്ങളെയും സംസ്ഥാനങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ വാദം. എന്നാൽ മണ്ഡല പുനർനിർണയം എന്നത് ഭരണഘടനാപരമായ ഒരു പ്രക്രിയയാണെന്നും അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടക്കുകയെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മറ്റും മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയതിനെ പരാമർശിച്ച അമിത്ഷാ ഇത് OBC വിഭാഗങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും BJP സർക്കാർ ഇത്തരം ഭരണഘടനാ വിരുദ്ധ നടപടികളെ ശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അഖിലേഷ് യാദവ് ഉന്നയിച്ച പല കാര്യങ്ങളും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഭരണപക്ഷം ആരോപിച്ചതോടെ ലോക്സഭയിൽ വലിയ ബഹളമാണുണ്ടായത്. സെൻസസ് പൂർത്തിയാക്കുന്നതിനു മുൻപ് എന്തിനാണ് ബില്ല് പാസാക്കാൻ ധൃതി കാണിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് ചോദിച്ചു. മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുമോ എന്ന ആശങ്കയും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലെ 543 നിന്നും പരമാവധി 850 ഉയർത്താനാണ് പുതിയ ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ പുനർനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് പ്രതിപക്ഷത്തെ കലിപ്പിലാക്കിയ ഘടകം. പുതിയ മണ്ഡല പുനർനിർണയത്തിനായി 2011 സെൻസസ് വിവരങ്ങൾ ഉപയോഗിക്കാനാണ് ബില്ലിലെ നിർദ്ദേശം വന്നിരിക്കുന്നത്. കാലഹരണപ്പെട്ട ഈ ഡാറ്റ ഉപയോഗിച്ച് മാനദണ്ഡങ്ങൾ പുനർക്രമീകരിക്കുന്നത് യഥാർത്ഥ ജനസംഖ്യാ അനുപാതത്തെ പ്രതിഫലിപ്പിക്കില്ലെന്നും പ്രതിപക്ഷം വാദിക്കുന്നുണ്ട്. 2026 ശേഷം നടക്കുന്ന ആദ്യ സെൻസസിന് ശേഷം മാത്രമേ പുനർനിർണയം പാടുള്ളൂ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിലെ പ്രാതിനിധ്യം കുറയുമെന്ന ആശങ്ക ശക്തമാണ്. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിലേക്ക് നയിക്കുമെന്ന് പ്രാദേശിക പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് മണ്ഡല പുനർനിർണയം എന്ന കടമ്പ കൂടി സർക്കാർ വെച്ചത് സംവരണം ബോധപൂർവം വൈകിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. മണ്ഡല പുനർനിർണയം നടത്താതെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളുടെ സംവരണം നടപ്പിലാക്കാമെന്നിരിക്കെ സർക്കാർ എന്തിനാണ് സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നത് എന്നാണ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിന് മുന്നിൽ BJPക്ക് ഉത്തരമില്ല.